ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മാർക്കറ്റ് എഫക്ട്സ് മൈ യൂട്യൂബ് ചാനൽ. സോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മൾ ഇന്നലെ എന്താണ് നമ്മൾ ചെയ്ത് വെച്ചത്, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യുക. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ താഴോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലായിരുന്നു, അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാളെയും സെയിം മൂവ്മെൻ്റ് ആണ്. നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ മുകളിലോട്ട് ചെയ്യണം. ഒരു ഗ്യാപ്പ് അപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ നോക്കുക. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മുകളിലോട്ട് ആൻഡ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ താഴോട്ട്. ഓക്കെ, അതല്ല മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ട് ഇവിടെ ഈ റേഞ്ച് ട്രേഡാണ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ ലോയും ഹൈയും നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഇതേപോലെ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലോയും ഇതിൻ്റെ ഹൈയും നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഇതിൻ്റെ എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലോട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു. FIA ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ FIA ഫ്യൂച്ചറിൽ ബിയർസ് പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനെക്കാട്ടി വലിയ എമൗണ്ടാണ് ഒരു കോൾ ബൈ ചെയ്തിട്ടുണ്ട് ആൻഡ് പുട്ട് സെല്ലും ചെയ്തിട്ടുണ്ട്. സോ അവർ FIA ഇൻഡെക്സിൽ ബുള്ളിഷാണ്. ഓക്കെ, ഫ്യൂച്ചറിൽ ചെറിയ ബിയറിഷ്. പ്രോ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ബുള്ളിഷാണ്, ബട്ട് ഇൻഡെക്സിൽ അവർ ബിയറിഷാണ്. സോ പ്രോ ഒരു ന്യൂട്രൽ മോഡാണ്. DIA ആൻഡ് റീറ്റെയിലേഴ്സ് ഓരോ ബിയറിഷ് പൊസിഷനാണ്. സോ FIA ബുള്ളിഷ് ആൻഡ് പ്രോ ന്യൂട്രൽ. സോ നമ്മൾ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രോസിൻ്റെ ബിയറിഷ് പൊസിഷൻസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ താഴോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞത്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ FIAയുടെ പൊസിഷൻ ബുള്ളിഷാണ്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് നമ്മുടെ PCR നോക്കുകയാണെങ്കിൽ PCR 1.62 ആണ്. 1.62 എന്ന് പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. PCR 1.62 ഇസ് ഓവർ ബോട്ട് ആയിട്ടുണ്ട് ഏകദേശം. അപ്പം മാർക്കറ്റ് എന്തായാലും ഒരു ഡൗൺ മൂവ്മെൻറ്റ് നാളെ തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, PCR ഓവർ ബോട്ട് ആയതുകൊണ്ട്. സോ മാർക്കറ്റ് ആദ്യം മുകളിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ടൊരു മൂവ്മെൻറ്റ് തരും. ആദ്യം താഴോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് ഒരു മൂവ്മെൻറ്റ് എന്തായാലും നാളെ ഉണ്ടാവും. ഓക്കെ, സോ ലെവൽസ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. ആൻഡ് നാളെ എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. സോ രാവിലെ തന്നെ ട്രേഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മണിക്ക് നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഹീറോ ടു സീറോ ട്രേഡ് 3 മണിക്ക് ലാസ്റ്റ് ഇതിൽ അതിൻ്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിലും ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ബൈ, ഗുഡ് നൈറ്റ്.